ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം 12 പേരെ കൊന്നവൻ കരുണാമയനോ? അങ്ങനെ ഒരാളെ നമുക്ക് കരുണാമയൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതൊരു കോമഡി പ്രോഗ്രാമിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതൊരു ടിപ്പർ ലോറിയെക്കുറിച്ചാണ്. എന്നിട്ട് അവർ പറയുന്നത് 12 പേരുടെ ജീവനെടുത്ത ടിപ്പറാണ്. പക്ഷെ അതിന് ഇട്ടിരിക്കുന്ന പേര് കരുണാമയൻ. അപ്പോൾ എന്തൊരു വിരോധാഭാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 12 പേരെ കൊന്നവൻ പേരിൽ കരുണാമയൻ. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് പോയത്, വചന വെളിച്ചത്തിൽ നമുക്ക് ഈ ഒരു വിഷയം ധ്യാനിക്കാൻ പറ്റും. വേണമെങ്കിൽ വെറുതെ ഒരു പേരുമായിട്ട്, പേരൊക്കെ നല്ല സൂപ്പർ പേരായിരിക്കാം, പക്ഷേ സ്വഭാവത്തിലേക്ക് നോക്കിയാൽ അതൊന്നും കാണണമെന്നില്ല. അത് എന്തൊരു വിരോധാഭാസം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പോപ്പ് ഫ്രാൻസിസ്, ഭാഗ്യസ്മരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇന്ന് ചില കത്തോലിക്കരുടെ ഇടയിലേക്ക് നോക്കിയാൽ പോലും വേദനാജനകമായ ഒരു കാര്യം കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, ചിലർ സ്ഥിരം പള്ളിപ്പോക്ക്, ഏറെ നേരം പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വരുത്തുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ അതോടൊപ്പം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ വേണമെങ്കിൽ അനീതി ഉപേക്ഷിക്കത്തില്ല. അനീതി തുടരും. മറ്റുള്ളവർക്ക് അർഹമായത് കൊടുക്കുക പോലും ചെയ്യാതെ കണ്ട് അവരത് സ്വന്തമാക്കാനുള്ള പരിശ്രമം, ചൂഷണം, യാതൊരു മനസാക്ഷിക്കടിയില്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ സ്ഥിരമായിട്ട് പള്ളിയിൽ പോവും, സ്ഥിരമായിട്ട് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചത്, അങ്ങനെയുള്ളവരെക്കാൾ ഭേദം എന്ന് പറയാൻ പറ്റുന്നത് നിരീശ്വരവാദികളാണ്. അവർ ഇതിനേക്കാൾ ഭേദമാണ്. അവർ പിന്നെ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്നവർ ക്ലെയിം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യം അവർ സ്ഥാപിക്കാൻ നോക്കുന്നില്ല. ഞാനീ പറഞ്ഞ ഈ കൂട്ടർ കത്തോലിക്കരെന്ന് പറയും, അതുപോലെ ക്രിസ്ത്യാനികളെന്ന് പറയും, പ്രാർത്ഥനക്കാരെന്ന് പറയും, പള്ളിപ്പോക്കുള്ളവർ. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ ചൂഷണം അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും ചേർന്ന് പോകുന്നതല്ല. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ വിശ്വാസം അർപ്പിക്കുന്നത് ഒരു ടൈറ്റിൽ, ഒരു ശീർഷകം അതിലല്ല. ഒരു വ്യക്തിയിലേക്ക് നോക്കുമ്പോഴാണേലും അവരുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ, അതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ദൈവവും അത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പേരിൽ എന്ത് കാര്യം? പേരിലാണോ വലിയ കാര്യം? ഒരു അമ്മ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, എൻ്റെ മകൾക്ക് സ്നേഹ എന്ന് പേരിട്ടതിൽ ഇന്ന് ഞാൻ ഖേദിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞേ, അതിന് സ്നേഹം തൊട്ട് തേച്ചിട്ട് പോലുമില്ല, പേരൊക്കെ സ്നേഹം എന്നാണ്. പക്ഷേ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ അതൊട്ടും ആ പേരവർക്ക് ചേരുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പേരിൽ എന്ത് കാര്യം? പേരാണോ പ്രധാനപ്പെട്ടത്? ഒരു ടൈറ്റിലാണോ പ്രധാനപ്പെട്ടത്? അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന്, ഒരു സാധാരണ ബസ് നിർത്തേണ്ടിടത്ത് എല്ലാം നിർത്തി ആളെ കയറ്റി ഇറക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്, അതേ കൊണ്ടുപോയി സൂപ്പർ ഫാസ്റ്റ് എന്ന് ബോർഡ് വെച്ചാൽ എന്ത് ഫലം? കാഴ്ചയ്ക്ക് നല്ലതാണ് സൂപ്പർ ഫാസ്റ്റ്. പക്ഷേ അതിനകത്ത് കയറുന്നവർ അവർ മനസ്സിലാക്കിയാണ്, ഈ വണ്ടി എല്ലായിടത്തും നിർത്തി അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് എല്ലാവരും കയറ്റി ഇറക്കിയാണ് പോകുന്നത്. ഇങ്ങനെ ഒരു ബോർഡുള്ളത് കൊണ്ട് അവർ ഹാപ്പി ആവുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ക്രിസ്ത്യാനി എന്നൊരു പേരുണ്ടായാൽ മതിയോ? അല്ലെങ്കിൽ വിവാഹ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ഒരു കപ്പിൾ എന്നുള്ള ഒരു പേരുണ്ടായാൽ മതിയോ? അവർ യഥാർത്ഥ ദമ്പതികളായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയുള്ളത് കൊണ്ട് എന്ത് കാര്യം? ഇത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അധരസേവ ദൈവം ഒരിക്കലും പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കുന്നില്ല. ഇന്ന് ഒത്തിരി പേരെ കാണാൻ സാധിക്കും, സ്ഥിരമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, സന്ധ്യാപ്രാർത്ഥന വേണേൽ അയലോക്കംകാർക്ക് വരെ കേൾക്കാം. പക്ഷേ വെറും അധരസേവ, അത് ദൈവം പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കുന്നില്ല, കാണുന്നില്ല. ദൈവവചനം കൃത്യമായിട്ട് ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം എന്ന് വായിച്ചാൽ മതി. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്, പ്രത്യേകിച്ച് അത് അവസാനിക്കുന്നത് 8-9 വചനങ്ങളിലാണ്. അവിടെ കർത്താവ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. ഹൃദയസേവ അവിടെ നടക്കുന്നില്ല, അധരസേവ അവിടെ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചങ്കിൽ തൊടാത്ത, ചങ്കുകൊണ്ടല്ലാത്ത കുറേ വാക്കുകൾ പ്രയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതിൽ സംപ്രീതനാകണമെന്നില്ല. ചങ്കിൽ നിന്ന് വരുന്ന ഒരു വിളി, അതുപോലും വലിയൊരു പ്രാർത്ഥനയായിട്ട് ദൈവം എടുക്കും. 2 ദിനവൃത്താന്തം 18-31 വായിച്ചാൽ, ദൈവമേ എന്നൊരു വിളി യഹോഷാഫാത്ത് നടത്തി. ദൈവം അവനെ ചെന്ന് സഹായിച്ചു. അവനെ രക്ഷപ്പെടാനായിട്ട് ഈ ഒരു സാധ്യതയില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ അവനെ രക്ഷിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. അവൻ്റെ ജീവൻ സംരക്ഷിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. അവന് എന്തുമാത്രം പ്രാർത്ഥിച്ചു, ഒറ്റ വിളി, പക്ഷെ അത് ഹൃദയത്തിൽ നിന്ന് വന്ന വിളിയാണ്.
ഈ ഹൃദയ സാന്നിധ്യമില്ലാതെ നമ്മൾ പകൽ മുഴുവൻ ഇരുന്നോ രാത്രി മുഴുവൻ ഇരുന്നോ പ്രാർത്ഥിച്ചാലും അത് ദൈവം ഒരു പ്രാർത്ഥനയായിട്ട് കൈക്കൊള്ളണമെന്നില്ല. കഥ പറയുന്നൊരു കാര്യം, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. റിസൾട്ടോ വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. ഈ കണ്ട സമയമല്ല ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായില്ലെന്ന്, വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ഏകാഗ്രത വേണം, ഹൃദയ സാന്നിധ്യം വേണം. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അത് വെറും അധരസേവയാണെങ്കിൽ വ്യർത്ഥമായ ഒരു ആരാധനയായിട്ട് ദൈവം അതിനെ കാണും എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ കർത്താവ് തൽക്ഷണം ഉത്തരം കൊടുത്തു. പിറ്റേ ദിവസത്തേക്ക് പോലും മാറ്റിവെച്ചില്ല, തൽക്ഷണം. ഒരു കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. മർക്കോസ് 1:42 മുതൽ വായിച്ചാൽ മതി. തൽക്ഷണം അവന് സൗഖ്യമുണ്ടായി. തളർവാദ രോഗിയുടെ കാര്യം ലൂക്ക 5:25 വായിച്ചാൽ ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. യോഹന്നാൻ 5:9 വായിക്കുമ്പോൾ ഒരു 38 വർഷം തളർന്നു കിടന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് അവനോട് എഴുന്നേക്കാൻ പറഞ്ഞു. ചാടി എഴുന്നേറ്റ് തൽക്ഷണം സൗഖ്യം പ്രാപിക്കുന്നത് കാണാൻ പറ്റും. പിറ്റേ ദിവസത്തേക്ക് പോലും മാറ്റിവെച്ചില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം തൽക്ഷണം ഉത്തരം നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ബാഹ്യഭാവം ദൈവം മുഖവിലേക്ക് എടുക്കത്തില്ല. ബാഹ്യഭാവം കണ്ട് ഒരിക്കലും ദൈവം നല്ല പ്രാർത്ഥനക്കാരനാണ്, നല്ല ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയത്തില്ല. ഹൃദയം പരിശോധിക്കുന്നവനാണ് കർത്താവ്. 1 സാമുവേൽ 16:7 വായിച്ചാൽ മനുഷ്യർ ബാഹ്യഭാവം കാണുന്നു, ദൈവം ഹൃദയഭാവം. അപ്പം അതുകൊണ്ട് പുറമേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെന്ന് വിചാരിച്ച് ഉള്ള് അറിയുന്ന ദൈവം ഈ പുറമേ കാണുന്ന കാര്യങ്ങൾക്ക് മാർക്കിടണമെന്നില്ല. ഉള്ള് നല്ലതാണെങ്കിൽ ഹൃദയപൂർവ്വം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം വില കൽപ്പിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 1 പത്രോസ് 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആന്തരികമായിട്ടുള്ള ആ വിശുദ്ധീകരണം, അലങ്കാരം, അതാണ് നമുക്ക് വേണ്ടത്. അതെപ്പോഴുണ്ടാവും? പരിശുദ്ധാത്മാവിനെ അണിയുമ്പോൾ, സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവിനെ അണിയുമ്പോൾ ആ ഒരു സൗന്ദര്യമുണ്ടായി യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.